ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗൈഡ് നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ൽ 10 എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നൊരു 10 ചോദ്യവും ഉത്തരവും പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സയൻസ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും 10 മുൻകാല ചോദ്യങ്ങളാണ്. 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നമ്മൾ ഇതിലൂടെ നൽകുന്ന ഈ 10ൽ 10 പിന്നെ ക്ലാസ് റൂം, കട്ട് നോട്ട്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളാണ്. അത് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട് വരുന്നതെന്ന് തോന്നിക്കുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ടോപ്പിക്കുകളാണ് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ദിവസേനയുള്ള പഠനത്തോടൊപ്പം ഇതും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സയൻസിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം, മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? ഓപ്ഷൻസ് 3, 4, 5, 6. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 3, 4, 5, 6. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? നമ്മുടെ ഉത്തരം 4. മനുഷ്യരിൽ 4 തരം പല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നിങ്ങനെ 4 ടൈപ്പ് പല്ലുകളാണ് ഓരോ മനുഷ്യരിലും ഉള്ളത്. ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഇനി ചോദിച്ചാൽ തെറ്റിക്കരുത്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? 4 തരം പല്ലുകളാണുള്ളത്. ഏതൊക്കെ? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നിങ്ങനെ 4 ടൈപ്പ് പല്ലുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ 4 തരം പല്ലുകളുണ്ട്, അതിലൊന്നാണ് ഉളിപ്പല്ല്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 4, 8, 12, 10. 4, 8, 12, 10. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 8 ആണ്. ഓപ്ഷൻ ബി 8 ആണ് ഉത്തരം. മനുഷ്യരുടെ വായിൽ 8 ഉളിപ്പല്ലുകളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു 4 തരം പല്ലുകളാണുള്ളത്. ഏതൊക്കെ? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഉളിപ്പല്ലുകളുടെ എണ്ണമാണ്. എത്ര ഉളിപ്പല്ലുകളുണ്ട്? 8 എണ്ണം ഉണ്ട്. ഇനി ചോദിച്ചാൽ തെറ്റിക്കരുത്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8. 4 തരം പല്ലുകളുണ്ട്, അതിൽ ഒരെണ്ണമാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 38, 32, 34, 36. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ, അതായത് നമ്മളുടെ വായിൽ സ്ഥിരമായിട്ട് എത്ര പല്ലുകളുണ്ട്? എത്ര പല്ല് എല്ലാവർക്കും അറിയാം അല്ലേ? 32. നമ്മൾ പറയാറില്ലേ 32 പല്ല് ഞാൻ അടിച്ചിരുന്നൊക്കെ ഓരോരുത്തരെ തമാശയ്ക്ക് പറയും. ഓക്കെ, ഓപ്ഷൻ ബി 32 ആണ് ഉത്തരം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. അപ്പോൾ നമ്മൾ പല്ലുകളുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഒന്ന്, മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? എത്ര തരമുണ്ട്? 4 തരമുണ്ട്. ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്നിങ്ങനെ 4 പല്ലുകളുണ്ട്. അതിൽ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉളിപ്പല്ലുകളുടെ എണ്ണം 8. മൂന്നാമത് നമ്മൾ പറഞ്ഞത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. സ്ഥിരദന്തങ്ങൾ എത്രയാ? 32. ഓക്കെ, പല്ലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ചോദ്യം കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ് തലാമസ്, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. തലാമസ്, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ചോദ്യം ഇതായിരുന്നു, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? തലാമസ്, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ഉത്തരം സെറിബ്രം. ഉത്തരം സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബെല്ലം, സെറിബ്രം, തലാമസ്.
നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതെന്ന് പറഞ്ഞത് സെറിബ്രം. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ സെറിബ്രം ഉണ്ട്. അപ്പോൾ നമുക്കവിടെ സെറിബ്രം ഒഴിവായി കിട്ടി. സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്നാണ്. നമ്മുടെ ഉത്തരം മെഡുല ഒബ്ലോങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയുമാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബ്രത്തിന് പിന്നിൽ താഴെയായി 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ് ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം, തലാമസ്. ഓക്കെ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, നമ്മൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ചോദ്യം, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം, അതാണ് ചോദ്യം. ഓപ്ഷൻസ് സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം. ഓക്കെ, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഇവിടെ അടുത്ത ചോദ്യം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻസ് തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, സെറിബ്രം. തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, സെറിബ്രം. നമ്മുടെ ഉത്തരം സെറിബെല്ലമാണ്. ഓപ്ഷൻ ബി സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, അതായത് മദ്യം ബാധിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം. നമ്മുടെ ഉത്തരം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. അപ്പൊ നമ്മൾ സെറിബെല്ലത്തെ പറ്റി 4 ചോദ്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഒന്ന്, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. ഓക്കെ, നമ്മൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങൾ കണ്ടു. അതിൽ സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ മസ്തിഷ്കത്തിന്റെ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഏതാണ്? സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതും പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും പിന്നെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗവും ഏതാണ്? സെറിബെല്ലം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ 10ൽ 10 ലാസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഓപ്ഷൻസ് വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. നമ്മുടെ ഉത്തരം ശ്വാസകോശം. ഓപ്ഷൻ സി ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ഏത്? ശ്വാസകോശം. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻസിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട 10 മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതെല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ദിവസേനയുള്ള പഠനത്തോടൊപ്പം ഈ ചോദ്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു പോവുക. ചിലപ്പോൾ നിങ്ങൾക്കിത് പരീക്ഷാ സമയത്ത് ഉപകാരപ്പെട്ടേക്കാം.
ഓക്കെ, അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങളും പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നും നമ്മളുടെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.